നമസ്കാരം. മലയാളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ചാനലുകളിലൂടെ നമ്മൾ കാണുന്നതാണ്. ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയുമാക്കുന്നതിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് യാതൊരു ഉളുപ്പും മനസ്സാക്ഷി കുത്തുമില്ല. വി.ഡി. സതീശനെയും പിണറായി വിജയനെയും മുഖ്യമന്ത്രിയായി കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള മാതൃഭൂമി ചാനലും മനോരമ ചാനലും നടത്തിയ സർവേ തന്നെ ഉദാഹരണം. യഥാർത്ഥത്തിൽ മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗം ഇത്രയധികം അധപതിച്ചത് എം.വി. നികേഷ് കുമാർ എന്നൊരാൾ റിപ്പോർട്ടർ എന്ന ചാനൽ കൊണ്ടുവരികയും അത് കടക്കെണിയിലാവുകയും ചെയ്തപ്പോഴാണ്. നടിയെ ആക്രമിച്ച കേസിൽ പെട്ടെന്നൊരു ദിവസം ബാലചന്ദ്രകുമാർ എന്നൊരാൾ വെളിപ്പെടുത്തൽ എന്ന പേരിൽ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ടുവന്നതിനു ശേഷമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ കക്കൂസ് വൃത്തിയാക്കാനുള്ള ഹാർപ്പിക്ക് പോലും വാങ്ങാനുള്ള വകയുണ്ടായത് എന്നാണ് ഇതേക്കുറിച്ച് അറിയാവുന്ന പലരും അടക്കം പറയുന്നത്. അതിനുശേഷം മുട്ടിൽ മരമുറി കേസിലെ പ്രതിയായ ആൻഡോ അഗസ്റ്റിനും കൂട്ടുപ്രതികളായ സഹോദരന്മാരും ഈ ചാനൽ വാങ്ങി. അതോടെ എല്ലാം പൂർത്തിയായി. റിപ്പോർട്ടർ ചാനൽ പിന്നീട് നടത്തിയ പല വൃത്തികേടുകളും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നത്തെ മലയാള ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ച് ശ്യാം ഗോപാൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പ് കണ്ടു. 100% യോജിക്കാവുന്ന അഭിപ്രായമാണ് ശ്യാം ഗോപാലിൻ്റേത്. ശ്യാം ഗോപാൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: 24 ന്യൂസിലെ അവതാരകർ തമ്മിൽ പൊരിഞ്ഞ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ നടത്തി തർക്കിക്കുന്ന പുതിയൊരു പരിപാടിയുടെ വീഡിയോകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്നു. റിപ്പോർട്ടർ ചാനൽ തുടങ്ങിവെച്ച ഈ ശൈലി ചെറിയ ചില മാറ്റങ്ങൾ മാത്രം വരുത്തി ഏറെക്കുറെ അതേ രീതിയിൽ 24ഉം തുടങ്ങിയിരിക്കുകയാണ്. റേറ്റിംഗ് മത്സരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ചാനലിൻ്റെ തത്രപ്പാടാണ് അതെന്ന് വ്യക്തം. ഓരോരുത്തരും താൻ എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ ചാനൽ പറഞ്ഞു വിടുന്ന വാദത്തെ തീവ്രമായി ന്യായീകരിച്ചു വാദിക്കുന്നു. പരിപാടി കഴിയുമ്പോൾ അത് ഓരോന്നും ചെറിയ വീഡിയോ ക്ലിപ്പുകളായും പുറത്തുവിടുന്നു. അത്രമാത്രം മതി. പിന്നെ അങ്ങോട്ട് തങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഭാഗങ്ങളുള്ള ക്ലിപ്പുകൾ ഓരോരോ പാർട്ടിക്കാരുടെ അണികൾ പ്രചരിപ്പിച്ചോളും. ചാനലിൻ്റെ പരിപാടി ഹിറ്റ്, ഒരുതരം കോഴിപ്പോര്, തമ്മിൽ അടുപ്പിച്ച് കാശുണ്ടാക്കൽ. ഇതാണോ ജേർണലിസം? ഇത് വെറും പൊളിറ്റിക്കൽ എൻ്റർടൈൻമെൻ്റ് ആണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളെ പോലെ പെരുമാറുന്ന മാധ്യമപ്രവർത്തകർ, നടുക്കുനിന്ന് എരുതിയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന സ്ഥാപന മേധാവികൾ, പ്രേക്ഷകർക്ക് എന്തെങ്കിലും അറിവ് കൊടുക്കുകയല്ല ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി റേറ്റിംഗ് കൂട്ടി കാശുണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം. സോഷ്യൽ മീഡിയയുടെ വരവോടെ വല്ലാതെ വിഭജിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ നമുക്കിഷ്ടമുള്ള ആശയങ്ങൾ മാത്രമേ നമ്മിലേക്ക് എത്തിക്കാറുള്ളൂ. ഓരോരുത്തരും തങ്ങളുടെ ചിന്താഗതിക്കുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുതരം എക്കോ ചേംബറുകൾ. ഉത്തരവാദിത്വ ബോധമുള്ള മാധ്യമങ്ങൾ സമൂഹത്തിലെ അത്തരം വിഭജനങ്ങൾ സൃഷ്ടിച്ച വിടവുകളെ നികത്താനാണ് ശ്രമിക്കേണ്ടത്. അതിനു പകരം ആ വിഭജനങ്ങളെ മുതലാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നത്. ഇത്തരം വാദകോലാഹലങ്ങളിൽ കൂടുതൽ ശബ്ദമുയർത്തുന്നവരും അനർഗള നിർഗളമായി സംസാരിക്കാൻ സാധിക്കുന്നവരുമായിരിക്കും മിക്കവാറും ജയിക്കുക. പലപ്പോഴും ഡാറ്റ വെച്ച് ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ വിശദീകരിക്കാൻ അറിവുള്ളവർക്ക് ഈ തർക്കങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാനാവാതെ നിശബ്ദരാകേണ്ടി വരുന്നു. നമുക്ക് വേണ്ടത് വിവരങ്ങളും കണക്കുകളും അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളാണ്. പരസ്പരം ബഹുമാനത്തോടെ നടത്തുന്ന വാദങ്ങളാണ്. സംഘർഷമല്ല. വ്യക്തത ലക്ഷ്യമാക്കുന്ന സമീപനമാണ്. ജനങ്ങൾക്ക് അറിവോടെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന സംഭാഷണങ്ങളാണ്. ഏഷ്യാനെറ്റിൽ ഇലക്ഷൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണനും അനൂപ് ബാലചന്ദ്രനും അവതരിപ്പിക്കുന്ന പരിപാടി. എത്ര ഭംഗിയായാണ് അവർ ആ പരിപാടി കൊണ്ടുപോകുന്നത്. ഓരോ മണ്ഡലങ്ങളെയും പഠിച്ച് കൃത്യമായ ഡാറ്റ വെച്ച് പക്ഷം പിടിക്കാതെയുള്ള വിശകലനം. തർക്കങ്ങളില്ല, ബഹളങ്ങളില്ല. ആ പരിപാടി കണ്ടു കഴിയുമ്പോൾ ഒരു പ്രേക്ഷകന് ഓരോ മണ്ഡലത്തെയും പറ്റി കൃത്യമായ ഒരു ധാരണ ലഭിക്കുന്നു. സമാധാനമായിരുന്നു കൊണ്ട് അതാണ് ഒരു മാധ്യമം ചെയ്യേണ്ടത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട്. ജനങ്ങൾക്ക് അറിവ് പകർന്ന് അവരെ കൂടുതൽ അടുപ്പിച്ചു നിർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ആ ഉത്തരവാദിത്വം ശബ്ദം ഉയർത്തുന്നവനാണ് ജയിക്കുന്നത് എന്ന രീതിയിലേക്ക് ചുരുക്കാനാവില്ല. ഇതാരാണ് ശക്തമായി വാദിക്കുന്നത് എന്ന മത്സരമല്ല. ജനങ്ങളെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കേണ്ട ഒരു സംവിധാനമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത്യാവശ്യമാണ്. ചർച്ചകളും അത്രയും പ്രധാനമാണ്. പക്ഷേ കൺസ്ട്രക്റ്റീവ് ചർച്ചയും കൃത്രിമമായ കലഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാധ്യമങ്ങൾ ഒരു പാലമായിരിക്കണം, ഒരു യുദ്ധഭൂമിയല്ല. ഇങ്ങനെയാണ് ശ്യാം ഗോപാൽ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് 100 അല്ല 101% യോജിക്കാനേ സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണ മനുഷ്യന് കഴിയും. ശ്രീകണ്ഠൻ നായരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കുറ്റി ചൂലെടുത്ത് പെരുക്കാൻ തോന്നുന്നത് എനിക്ക് മാത്രമായിരിക്കില്ല. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ശ്രീകണ്ഠൻ നായരൊക്കെ ജംബോ സർക്കസിലെ വെറും കോമാളികൾ മാത്രമാണെന്ന്. അത് മനസ്സിലാകണമെങ്കിൽ അവരുടെ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം നോക്കിയാൽ മതി.